നമസ്കാരം. ഈ അടുത്ത കാലത്ത് ISROയുടെ രണ്ട് ദൗത്യങ്ങൾ, രണ്ട് PSLV ദൗത്യങ്ങൾ, PSLV 61 ആൻഡ് 62 രണ്ടും പരാജയപ്പെട്ടിരുന്നു. ആ പരാജയത്തിൻ്റെ പേരിൽ ISRO വലിയ വിമർശനങ്ങൾ ഇപ്പോഴും നേരിടുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ പോലും ISRO നേരിട്ടിരുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ പരാജയപ്പെട്ടാൽ ISRO ആന്തരികമായി അത് അന്വേഷിച്ച് അത് കണ്ടെത്തുകയും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ കുറവുകൾ പരിഹരിക്കുകയും ഒക്കെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ISROയ്ക്കുണ്ടായ ഈ വലിയ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ പുറത്തുനിന്നും ഒരു ഏജൻസിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. മാത്രമല്ല, അതിന് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇക്കാര്യം വിശദമായി അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തടക്കം എത്തിയ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ISROയുടെ അടുത്ത സുപ്രധാനമായ ദൗത്യം, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഈ ISROയെ നിരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ രണ്ട് ദൗത്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ സാറ്റലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഈ പ്രതിരോധ സാറ്റലൈറ്റുകൾ വെള്ളത്തിൽ പോകുന്നു, അത് വിജയകരമായി വിക്ഷേപിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ത് എന്ന് വളരെ തൃപ്തികരമായി വിശദീകരിക്കാൻ ISROയ്ക്കും സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ISROയ്ക്ക് മേൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പിടി വീഴുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളുടെ ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങളുടെ മുൻഗണനാക്രമങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഒക്കെ ISROയ്ക്ക് പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും GPS പകരമായി ഇന്ത്യക്ക് സ്വന്തമായ ഒരു നാവിഗേഷൻ സംവിധാനം വേണം എന്ന് ഇന്ത്യക്ക് ബോധ്യം വന്നത് കാർഗിൽ യുദ്ധ സമയത്താണ്. കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ്റെ നീക്കങ്ങൾ അറിയാൻ GPS വിവരങ്ങൾ തേടിയ ഇന്ത്യയെ അമേരിക്ക ചതിക്കുകയായിരുന്നു. അമേരിക്ക അന്ന് ഇന്ത്യക്ക് GPS വിവരങ്ങൾ നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു പൊസിഷനിങ് സംവിധാനം, നാവിഗേഷൻ സംവിധാനം ഉണ്ടാകണം, അതിനാവശ്യമായ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കണം എന്നൊക്കെ തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള പല ഉപഗ്രഹങ്ങൾ അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ ഉപഗ്രഹ വിക്ഷേപണങ്ങളെല്ലാം വിജയകരമാണ് എന്ന് അന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഈ ഉപഗ്രഹങ്ങളെല്ലാം കേടാകുന്നു, ഇതിൻ്റെ അറ്റോമിക് ക്ലോക്കുകൾ നിന്നു പോകുന്നു, എന്നിങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ പദ്ധതി ഒന്നടങ്കം പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിൻ്റെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ, അവർക്ക് പോലും വിവരങ്ങൾ നൽകാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ ISRO പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാവിക് സംവിധാനങ്ങളൊന്നും, അല്ലെങ്കിൽ നാവിഗേഷൻ സംവിധാനങ്ങളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കാത്ത സാഹചര്യമുണ്ട്. എത്രയും വേഗം മുൻഗണന കൊടുത്ത് ആ സംവിധാനങ്ങൾ അത് വളരെ കുറ്റമറ്റമാക്കുന്നതിന് പകരം ISRO ഇപ്പോൾ ബഹിരാകാശത്തേക്ക് ആളെ അയക്കുക, ബഹിരാകാശത്ത് നമ്മുടെ സ്വന്തം നിലയം സ്ഥാപിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അതേസമയം രാജ്യത്തിൻ്റെ അതിനിർണായകമായ നാവിഗേഷൻ സംവിധാനം വിജയിപ്പിക്കുന്നതിലേക്ക് ചുവടുകൾ വയ്ക്കുന്നുമില്ല. അതായത് സങ്കീർണതയില്ലാത്ത പല എളുപ്പമുള്ള കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് ISROയുടെ നയം എന്ന് പല വിമർശകരും അഭിപ്രായപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ISROയെ വളരെ കൃത്യമായി മൂക്ക് കയറിനിട്ട് കേന്ദ്ര സർക്കാർ പിടിച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ലഭിക്കുന്ന വിവരമനുസരിച്ച് ISROയുടെ സുപ്രധാനമായ ഒരു വിക്ഷേപണം, ഒരു ദൗത്യം അത് 2 മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുകയാണ്. ആ ദൗത്യം പരാജയപ്പെട്ടാൽ തീർച്ചയായും ISROയിൽ വളരെ നിർണായകമായ പല തലകളും ഉരുളും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ദൗത്യം ഇപ്പോൾ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച പഴയ 61, 62 ദൗത്യങ്ങളുടെ പരാജയ കാരണം അന്വേഷിക്കുക എന്നതിലുപരി വരാൻ പോകുന്ന ദൗത്യത്തെ കൃത്യമായി നിരീക്ഷിക്കുക എന്നതിനും കൂടി ആ സംവിധാനത്തെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് 2 മാസത്തിനുള്ളിൽ ISRO വിക്ഷേപിക്കാൻ പോകുന്ന ഒരു ദൗത്യം, വിക്ഷേപണ ദൗത്യം, അത് നടത്തുന്നത് കേവലം പഴയതുപോലെയല്ല, ISROയുടെ മാത്രം മേൽനോട്ടത്തിലല്ല, മറിച്ച് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും, കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു വിദഗ്ധ സമിതിയുടെയും ഒക്കെ നേതൃത്വത്തിലാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇതിനുവേണ്ടി ISROയിൽ കൃത്യമായ ജാഗ്രതയോടുകൂടി ഇപ്പോൾ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു എന്ന വിവരങ്ങളുണ്ട്. നേരത്തെ ഇതൊക്കെ ഇത് ലാഘവത്തോടു കൂടി എടുത്ത് പണിയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ശാസ്ത്രജ്ഞന്മാരും മറ്റു ജീവനക്കാരുമെല്ലാം അടുത്ത ദൗത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി പകലന്തിയോളം പണിയെടുക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ISROയിലുള്ള ആ ലാഘവത്വം മാറിയിരിക്കുന്നു. ISROയിലെ എന്തും ലാഘവ ബുദ്ധിയോടുകൂടി കാണുക, എന്തു സംഭവിച്ചാലും ഞങ്ങളെ ആരും സംശയിക്കില്ല എന്ന ഒരു നിലപാട് മാറ്റി
കേന്ദ്ര സർക്കാരിൻ്റെ കഴുകൻ കണ്ണുകൾ ബഹിരാകാശ ഏജൻസികൾക്ക്, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസികളുടെ മുന്നിലുണ്ട് എന്ന് വ്യക്തമായ ധാരണയോടുകൂടിയും ജാഗ്രതയോടുകൂടിയുമാണ് ഇപ്പോൾ അടുത്ത ബഹിരാകാശ വിക്ഷേപണത്തിനായി ISRO തയ്യാറെടുക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ISROയ്ക്ക് വളരെ കൃത്യമായ ലക്ഷ്യവും അതിന് കൃത്യമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ലക്ഷ്യത്തിലെത്തിയേ കഴിയൂ, അതിന് പറ്റില്ല എങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന അടക്കമുള്ള ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നാണ് വിവരം. എന്തായാലും ISROയ്ക്ക് മൂക്കുകയർ വീണിരിക്കുന്നു. 2 പരാജയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠം അത് കേന്ദ്ര സർക്കാർ വ്യക്തമായി തന്നെ രാജ്യത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ആ വിക്ഷേപണം ISROയെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമാവുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.